ഈ പത്മശ്രീയൊക്കെ സംബന്ധിച്ചൊരു വിവാദത്തിന് ഒരു സത്യാവസ്ഥ പുറത്തു വന്നു. അതായത് ഗോപിയാശാൻ തന്നെ വെളിപ്പെടുത്തി. ഞാൻ അന്നേരവും ഒന്നും പറഞ്ഞില്ലല്ലോ, ഇപ്പോഴും ഞാനൊന്നും പറയില്ല. പറഞ്ഞത് സ്വകാര്യമായി പറഞ്ഞത് നമ്മുടെ മനസ്സിൽ തന്നെ സൂക്ഷിക്കും. അങ്ങനെ സൂക്ഷിക്കും. അതുകൊണ്ടാണ് ഇത് അതിപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഗോപിയാശാൻ കാണിച്ച മര്യാദ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, ആ മാന്യത. കാരണം നിങ്ങളെല്ലാം അറിയേണ്ടത് വെറുതെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി വാചകമടിക്കരുത്. ഇന്ന് വരെ ഞാനത് ചെയ്തിട്ടില്ല. ഒരു പ്രേമേന്ദ്രൻ പ്രധാനമന്ത്രിയുടെ കൂടെ കഴിക്കാൻ പോയി, അതുകൊണ്ട് ഞാൻ ഗുരുവായൂർ പോയില്ല. ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ കല്യാണ കത്ത്, ക്ഷണക്കത്ത് നിങ്ങൾ പരിശോധിക്കുക. 9 മണിക്കും 10 മണിക്കും ഇടയ്ക്ക് ഗോകുലം പാർക്ക് ഹോട്ടലിൽ ചടങ്ങിനാണ് ഞാൻ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുന്നത്. അത് ഗുരുവായൂർ ക്ഷണിച്ചവർ. പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ ലെറ്റർ ചെക്ക് ചെയ്യും. അവിടെ വന്നവരിൽ നിന്ന് എനിക്ക് അനുവാദം കിട്ടി, ഒരു നമ്പർ തന്നു. ആ നമ്പറിൽ ഉൾപ്പെടുത്താവുന്നവരിൽ കൂടുതൽ ഞാൻ ഉൾപ്പെടുത്തി. 52 പേർക്കാണ് പെർമിഷൻ തന്നത്. ഞാൻ 78 പേരെ കൊണ്ടുപോയി. അത് തലേ ദിവസം രാത്രിയാണ് ആ എക്സ്ട്രാ നമ്പേഴ്സ് എനിക്ക് അനുവദിച്ച് കിട്ടുന്നത്. അല്ലാതെ ഞാൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കുടുംബക്കാരെ, ഇമ്മീഡിയറ്റ് ബ്ലഡ് റിലേറ്റീവ്സ്, അല്ലാതെ ആരെയും ഞാൻ ക്ഷണിച്ചിട്ടില്ല. അത് ഗുരുവായൂർ അമ്പലത്തിൽ എത്തണം കേട്ടോ എന്ന് പറഞ്ഞത് അങ്ങനെ ഒരു കഷ്ടിച്ചൊരു 20-25 കുടുംബങ്ങളോടാണ്. ചെക്കൻ്റെ കുടുംബക്കാരെ ചോദിച്ചാൽ 5 പേര് അവരും അല്ലാതൊരു 15 പേരും ആണ് ഞാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ചെയ്യാനൊക്കത്തുള്ളൂ. കാരണം പ്രധാനമന്ത്രിയാണ് വരുന്നത്, നരേന്ദ്രമോദി അല്ല വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ സുപ്രീം കോടതിയുടെ 84 റൂളിംഗ് വെച്ച് നടപ്പിലാക്കിയേ പറ്റൂ. അതിന് ബാധ്യസ്ഥനാണ് ഞാനെന്ന് ഒപ്പിട്ട് കൊടുത്തതാണ് കമ്മീഷണർക്ക്. അതുകൊണ്ട് ക്ഷേത്രത്തിലേക്ക് ആരെയും ഒരാളെ ക്ഷണിച്ചത് നിങ്ങൾ പറ. ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് ആയിരുന്നു അവിടെ ക്ഷണിച്ചതിന് കാരണം. ക്ഷണിച്ചിട്ടില്ല. അപ്പോൾ അത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കരുത്. ഇത് ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ലല്ലോ.